നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപാദൻ്റെ നാരായണീയമാകുന്നു. ആ നാരായണീയത്തിലെ 2-ാം ദശകത്തിലെ 8-ാമത്തെ ശ്ലോകമാണ് നാം ഇവിടെ വിവരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. ശ്ലോകമാദ്യമായി നിഷ്കാമം നിയതസ്വധർമ്മചരണം യത്കർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ് വിഭോ ത്വത്പ്രേതാത്മക ഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം നമുക്ക് ശ്രദ്ധിക്കാം. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത് കർമ്മയോഗാഭിധം തത് ദൂരേത്യഫലം യത് ഔപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത് തു അവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാത് വിഭോ ത്വത്പ്രേമാത്മക ഭക്തി ഏവ സതതം സ്വാദീയസി ശ്രേയസി. ഇനി ഇതിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. നിഷ്കാമം നിയതസ്വധർമാചരണം യത് കർമ്മയോഗാഭിധം തത് ദൂരേത്യഫലം പുനഃ യത് ഔപനിഷദജ്ഞാനോപലഭ്യം തത് തു ചിത്തസ്യ അവ്യക്തതയാ സുദുർഗമതരം ഹേ വിഭോ തസ്മാത് ത്വത്പ്രേമാത്മക ഭക്തി ഏവ സതതം സ്വാദീയസി ശ്രേയസി. ഇവിടെ മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ ഇതിൻ്റെ സാരാംശത്തെ ഇപ്രകാരമാണ് വർണ്ണിക്കുന്നത്. കർമ്മയോഗത്തെക്കാളും ജ്ഞാനയോഗത്തെക്കാളും ശ്രേഷ്ഠമാണ് ഭക്തിയോഗമെന്നാണ് ഈ ശ്ലോകത്തിലൂടെ അദ്ദേഹം സമർത്ഥിക്കുന്നത്. ഫലേച്ഛ കൂടാതെ നിശ്ചിതമായ സ്വധർമ്മത്തെ ആചരിക്കുകയാണ് കർമ്മയോഗത്തിലൂടെ ചെയ്യുന്നത്. അതിൻ്റെ പരിണാമം വളരെ ദൂരത്താണ്. വളരെ കാലം കഴിഞ്ഞ് മാത്രമേ അതിൻ്റെ ഫലസിദ്ധി ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഉപനിഷത്തുകളിൽ നിന്നും ലഭിക്കുന്ന ബ്രഹ്മജ്ഞാനത്തിൻ്റെ ഫലമാകട്ടെ ഇന്ദ്രിയ ഗോചരമില്ലായ്കയാൽ മനസ്സിലാക്കുവാൻ വളരെ പ്രയാസമാണ് താനും. അതിനാൽ കർമ്മയോഗത്തെക്കാളും ജ്ഞാനയോഗത്തെക്കാളും അല്ലയോ ഭഗവാനെ, അങ്ങയിൽ ഉറച്ച പ്രേമമയമായ ഭക്തി തന്നെയാണ് അങ്ങേയറ്റം രുചികരവും ശ്രേയസ്കരവുമെന്നാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം. നമസ്തേ.